ലോകം ഇന്ന് ഉറ്റുനോക്കുന്ന ഏറ്റവും വലിയൊരു ഇഷ്യൂ ആണ് നമ്മുടെ താരിഫ്. അമേരിക്ക ഇമ്പോസ് ചെയ്തിട്ടുള്ള താരിഫ് എന്ന് പറയുന്നത്. സോ ഇന്ന് അതൊരു എന്താണ് ഗവൺമെന്റ് തലത്തിൽ മാത്രമല്ല, സാധാരണക്കാർ പോലും അതിനെപ്പറ്റി വലിയ രീതിയിൽ ചർച്ച ചെയ്യുകയാണ്. സോ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് തന്നെ അമേരിക്കയുടെ താരിഫ് എങ്ങനെയാണ് ഈ ലോകത്തിനെ ഇനിയുള്ള ദിവസങ്ങളിൽ അഫക്റ്റ് ചെയ്യാൻ പോകുന്നു, അല്ലെങ്കിൽ ഏത് തരത്തിൽ അത് ബാധിക്കാൻ പോകുന്നു എന്നുള്ളതിനെ പറ്റിയാണ്. അപ്പോൾ ഏത് സാഹചര്യത്തിലാണ് നമുക്ക് അതിനൊക്കെ വരുമ്പോഴത്തേക്ക് നമ്മൾ പ്രധാനമായിട്ട് ഫോക്കസ് ചെയ്യുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതെങ്ങനെയാണ് ഇന്ത്യയെ ബാധിക്കുന്നു, അതുപോലെ തന്നെ ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിനെ ബാധിക്കുന്നു തുടങ്ങിയതാണ് പറഞ്ഞു വരുന്നതെങ്കിലും അതിന് മുന്നോടിയായിട്ട് എന്തുകൊണ്ടാണ് അമേരിക്ക ഈ താരിഫ് ഇമ്പോസ് ചെയ്യുന്നത്, അതുപോലെ തന്നെ അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് എന്തൊക്കെയാണ്, അത് ഇന്ത്യക്ക് എങ്ങനെ ഗുണകരമായിട്ട് വരും, അല്ലെങ്കിൽ ഇന്ത്യയെ എങ്ങനെയായിരിക്കും അത് ബാധിക്കുന്നു എന്നുള്ളത്, അത് ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിൽ എന്ത് മാറ്റങ്ങൾ കൊണ്ടുവരും, ഇത്തരം കാര്യങ്ങളാണ് കൂടുതലായിട്ട് പറയാൻ പോകുന്നത്. സോ ഇന്ന് ആദ്യമായിട്ട് നമ്മൾ ഈ ഒരു വിഷയത്തിൽ നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് അമേരിക്ക എന്തുകൊണ്ടാണ് ഈ താരിഫ് കൊണ്ടുവന്നു എന്നുള്ളത്. സോ നമുക്കറിയാം, അമേരിക്ക ആദ്യം ഈ താരിഫൊക്കെ കൊണ്ട് വന്നപ്പോഴത്തേക്ക് ആദ്യത്തെ പ്രഖ്യാപനം എന്ന് പറയുന്നത് തന്നെ, ട്രംപിൻ്റെ പ്രഖ്യാപനം എന്ന് പറയുന്നത് തന്നെ കാനഡയ്ക്കും അതുപോലെ തന്നെ മെക്സിക്കോയ്ക്കും എഗെയിൻസ്റ്റ് ആയിട്ടായിരുന്നു. കാനഡയ്ക്ക് മേലുള്ള താരിഫ് കൂട്ടുന്നു, മെക്സിക്കോയുടെ മേലും താരിഫ് ചാർജ് ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് അതിൽ കാനഡയും മെക്സിക്കോയെയും ആദ്യം US ടാർഗറ്റ് ചെയ്തു എന്നുള്ളത്? ഇതിന് മുന്നോടിയായിട്ട് നമ്മുടെ കോവിഡിൻ്റെ സമയത്ത് 2018-19, അതായത് ഇതിന് മുമ്പത്തെ ട്രംപ് അഡ്മിനിസ്ട്രേഷൻ്റെ സമയത്ത് അമേരിക്ക ചൈനയ്ക്ക് മേലെ ഇതേ താരിഫ് ഇഷ്യൂ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ റീസെൻ്റ്ലി ഉള്ള കേസിലാണ് ഈ കാനഡയും മെക്സിക്കോയും വരുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് അതങ്ങനെ ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അമേരിക്ക, മെക്സിക്കോ, കാനഡ നോർത്ത് അമേരിക്കൻ ഫ്രീ ട്രേഡ് ഈ ഒരു എഗ്രിമെൻ്റ് ഉണ്ടായിരുന്നു ഈ മൂന്ന് രാജ്യങ്ങൾ തമ്മിൽ. സോ അവിടെ ഇങ്ങനൊരു എഗ്രിമെൻ്റ് ഉണ്ടായിരുന്ന സമയത്ത് മെക്സിക്കോയ്ക്കും കാനഡയ്ക്കും US-ഉമായിട്ട് ഫ്രീ ട്രേഡ് ചെയ്യാനുള്ളൊരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇതിൻ്റെ റിസൾട്ട് എന്തായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, US-ൽ ബ്ലൂ കോളർ ജോബ്സ് ചെയ്തുകൊണ്ടിരുന്ന ആളുകൾക്ക് അവരുടെ ജോലി നഷ്ടപ്പെടുന്നൊരു സാഹചര്യം ഉണ്ടായി. സ്വാഭാവികമായിട്ടും ജോബ്ലെസ് കൗണ്ട്സ് US-ൽ വലിയ രീതിയിൽ കൂടി എന്നുള്ളതാണ് അതിൻ്റെ ഒരു ആഫ്റ്റർ ഇഫക്റ്റ് എന്ന് പറയുന്നത്. സോ കാനഡയിൽ നിന്ന് സ്റ്റീൽ അടക്കമുള്ള, അല്ലെങ്കിൽ സ്റ്റീൽ, അലുമിനിയം, മറ്റ് പ്രോഡക്റ്റുകൾ US ഇമ്പോർട്ട് ചെയ്യുന്ന സമയത്ത് മെക്സിക്കോയിൽ നിന്ന് FMCG, ഫാസ്റ്റ് മൂവിങ് കൺസ്യൂമർ ഗുഡ്സ് കൂടുതലായിട്ട് വരുമായിരുന്നു. അപ്പോൾ ഈ ഒരു ഡീല് മേൽ US-നുണ്ടായ ഒരു നഷ്ടം അത് കുറയ്ക്കുന്നതിന്, അതായത് US-ൻ്റെ ഡൊമസ്റ്റിക് പ്രൊഡക്ഷൻ ഈ മേഖലയിൽ കൂട്ടുന്നതിൻ്റെ ഭാഗമായിട്ടാണ് കാനഡയുമായും അതുപോലെ തന്നെ മെക്സിക്കോയ്ക്കും മേലും ഈ ഒരു താരിഫിൻ്റെ ഇമ്പാക്റ്റ് കൊണ്ടുവന്നത്. സോ അതിനുശേഷമാണ് US മറ്റ് രാജ്യങ്ങളിലേക്ക് ഈ താരിഫ് കൊണ്ടുവരാനായിട്ട് ഉള്ള പ്രഖ്യാപനങ്ങൾ നടത്തുന്നത്. പ്രധാനമായിട്ട് അതിൽ US ടാർഗറ്റ് ചെയ്തിരുന്നത്, ആദ്യം ടാർഗറ്റ് ചെയ്ത് പറഞ്ഞത് ചൈനയും ഇന്ത്യയും അതുപോലുള്ള യൂറോപ്യൻ യൂണിയൻ അടക്കമുള്ള US-ൻ്റെ അലൈസിലേക്കാണ്. അതായത് ചൈന US-ൻ്റെ അലയല്ല, ബാക്കിയുള്ളവർ ഇന്ത്യ ആണെങ്കിലും അതുപോലെ തന്നെ യൂറോപ്യൻ യൂണിയൻ അടക്കമുള്ളവർക്ക് നേരെയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എന്തുകൊണ്ടായിരുന്നു ഇതിങ്ങനെ കൊണ്ടുവന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെയും റീസൺ ഇത് തന്നെയാണ്. US ഏറ്റവും കൂടുതൽ ഇമ്പോർട്ട്സ് നടത്തുന്ന ഒരു രാജ്യമാണ്. ഏത് സെക്ടർ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാലും ഇമ്പോർട്ട്സിന് വളരെയധികം പ്രാധാന്യം കൊടുക്കുന്ന ഒരു രാജ്യമാണ്, അല്ലെങ്കിൽ കൂടുതൽ സാധനങ്ങൾ ഇമ്പോർട്ട് ചെയ്യുന്ന ഒരു രാജ്യമാണ്. അപ്പോൾ ഇങ്ങനെ വന്നപ്പോഴത്തേക്കും വലിയ രീതിയിലുള്ള ട്രേഡ് ഡെഫിസിറ്റ് US-ന് ഉണ്ട്, അല്ലെങ്കിൽ വലിയ രീതിയിലുള്ള സാമ്പത്തിക ബാധ്യത US-നുണ്ട്. ഇത് US-നെ വലിയ രീതിയിൽ അഫക്റ്റ് ചെയ്തു. അപ്പോൾ റീസെൻ്റ്ലി ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഉക്രൈനെ അടക്കം US ഫണ്ട് കൊടുത്ത് സഹായിക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഇമ്പാക്റ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, US-ന് വലിയ രീതിയിലുള്ള സാമ്പത്തിക ബാധ്യത വന്നു എന്നുള്ളതാണ്. ഒന്ന്, അവിടുത്തെ സാധാരണക്കാരെ സംബന്ധിച്ച് തൊഴിൽ നഷ്ടപ്പെടുന്നു. സോ അതിനനുസരിച്ചിട്ടുള്ള നടപടികൾ ഗവൺമെൻറ്റിന് സ്വീകരിച്ചേ പറ്റുള്ളൂ. രണ്ട്, അവരുടെ ഇമ്പോർട്ട്സിൻ്റെ അളവ് കൂടുന്നു. ഇമ്പോർട്ട്സിൻ്റെ അളവ് കൂടുമ്പോഴത്തേക്കും ഡൊമസ്റ്റിക് ബിസിനസ് വലിയ രീതിയിൽ കുറവ് സംഭവിക്കുന്നു. സോ ഈ കുറവ് സംഭവിക്കുന്നത് തിരിച്ച് മാറ്റിയേ പറ്റൂ. ഡൊമസ്റ്റിക് പ്രൊഡക്ഷൻ വലിയ രീതിയിൽ കൂട്ടിയേ മതിയാകൂ. അതുപോലെ തന്നെ അവരുടെ ഫണ്ടിങ് എന്ന് പറയുന്നത്, മറ്റ് രാജ്യങ്ങളെ സഹായിക്കുന്നതിന് വേണ്ടിയുള്ള ഫണ്ടിങ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ യുദ്ധം പോലൊരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ വരുന്ന US-ൻ്റെ ഫണ്ടിങ് എന്ന് പറയുന്നത് വളരെ കൂടുതലാണ്. അപ്പോൾ അതും അവരുടെ എക്കോണമിയെ അഫക്റ്റ് ചെയ്യുന്നുണ്ട്. സോ ഇതിൻ്റെയൊക്കെ ഭാഗമായിട്ടാണ് ഇതിനെയൊക്കെ ഒന്ന് ക്ലിയർ ചെയ്തുകൊണ്ട്, അല്ലെങ്കിൽ കറക്റ്റ് ചെയ്തുകൊണ്ട് US എക്കോണമിയെ തിരിച്ച് കൊണ്ടുവരിക, US-നെ ഒരു നമ്പർ 1 എക്കോണമിയായിട്ട് മാറ്റുക എന്ന ഒരു ഇൻറ്റൻഷനോട് കൂടിയാണ് ട്രംപ് ഈ താരിഫ് എന്ന് പറയുന്നത് എല്ലാ ലോക രാജ്യങ്ങളിലേക്കും ഇത് കൊണ്ട് നടപ്പാക്കിയത്. അപ്പോൾ അമേരിക്ക ഈ ഒരു താരിഫ്, ഈ ഒരു നടപടി കൊണ്ടുവരുമ്പോഴത്തേക്കും ഏറ്റവും അധികം ഫോക്കസ് ചെയ്യുന്ന ആരിലേക്കാണ്?
നമ്മൾ ഇന്ത്യയുടെ കാര്യമൊക്കെ പറഞ്ഞു, അതുപോലത്തെ മറ്റ് ലോകരാജ്യങ്ങളുടെ കാര്യമൊക്കെ പറഞ്ഞെങ്കിലും ഏറ്റവും കൂടുതൽ ആരെയാണ് ഫോക്കസ് ചെയ്യുന്നത്? നമുക്ക് തന്നെ അറിയാം 2018-19 കാലഘട്ടത്തിൽ US ആദ്യം ഈ ഒരു താരിഫിൻ്റെ നടപടി ട്രംപ് സ്വീകരിച്ചത് ചൈനയ്ക്ക് എഗെയിൻസ്റ്റ് ആയിട്ടാണ്. പ്രധാനമായിട്ട് അവരുടെ ഇറക്കുമതി ചെയ്യുന്ന സ്റ്റീലിലും അലുമിനിയം തുടങ്ങിയ പ്രോഡക്റ്റുകളിലാണ് ആദ്യം ഈ ഒരു താരിഫ് US കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതിൻ്റെ എന്തുകൊണ്ടാണ് കൊണ്ടുവന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു കമ്പാരിസൺ നമ്മൾ നോക്കുകയാണെങ്കിൽ US എന്ന് പറയുന്നത് 27.5 ട്രില്യൺ എക്കോണമിയാണ്. ചൈന ഓൾമോസ്റ്റ് ഒരു 17-18 ട്രില്യൺ ഡോളർ എക്കോണമിയാണ്. ചൈനയ്ക്ക് ഈ 18 ട്രില്യൺ ഡോളറിലേക്ക് അവരുടെ GDP വളർന്ന ഒരു സ്റ്റോറി നോക്കുകയാണെങ്കിൽ, അവർ ഒരു 15 കൊല്ലം മുമ്പ് നോക്കുകയാണെങ്കിൽ ഒരു 4 ലക്ഷം ട്രില്യൺ എക്കോണമി ആയിരുന്നു. അതായത് ഇന്നത്തെ ഇന്ത്യയുടെ സാഹചര്യമായിരുന്നു ഒരു 15 കൊല്ലം മുമ്പ് ചൈന. വലിയ രീതിയിലാണ് അവർ പ്രൊഡക്ഷൻ വേണ്ടിയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ്സ് നടത്തുകയും അവർ ഈ ഒരു നിലയിലേക്ക് അവർ കയറി വരികയും ചെയ്തു. സോ US സംബന്ധിച്ച് ഇക്കോണമി എന്ന് പറയുന്ന ഒരു പോയിന്റിൽ നിന്നുകൊണ്ട് നോക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ വളർച്ചയുടെ കാര്യം നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ, എല്ലാ വർഷവും അവരുടെ GDP ഒരു 2.5% ആണ് വളർച്ചയുള്ളത്. എന്നാൽ ചൈനയെ സംബന്ധിച്ച് അത് 4-5% ആണ്. ചൈന ഇതിലും കൂടുതലായിരുന്നു, പക്ഷേ 2024 എസ്റ്റിമേറ്റ് വെച്ചിട്ട് 4-5% ആണ് അവർ വരുന്നത്. പക്ഷേ PPP പർച്ചേസിംഗ് പവർ പാരിറ്റി നമ്മൾ ചൈനയുടെ നോക്കുകയാണെങ്കിൽ, ചൈന 32.5 ട്രില്യൺ ആണ്. US നോക്കുകയാണെങ്കിൽ സെയിം 27.5 ഒക്കെയാണ് വരുന്നത് 2024 കണക്ക് വെച്ച് നോക്കുമ്പോൾ. ദാറ്റ് മീൻസ് ചൈന എന്ന് പറയുന്നത് വളരെ ഫാസ്റ്റായിട്ട് ലോകത്ത് ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന രാജ്യമാണ്. ഇത് ഒരു വശം പറയുകയാണെങ്കിൽ, മറ്റൊരു കാര്യം കൂടെ നോക്കാം. US വലിയൊരു ബിസിനസ് എന്താണ്? സോ അവർ ടെക് മേഖല അല്ലെങ്കിൽ ടെക്നോളജി മേഖലയിലാണ് US ഏറ്റവും അധികം ഫോക്കസ് ചെയ്യുന്നത്. അവരുടെ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ടാണ് അവർ ലോകത്തെ തന്നെ നിയന്ത്രിക്കാനായിട്ട് എപ്പോഴും വന്നിട്ടുള്ളത്. ഇവിടെ US ഏറ്റവും വലിയൊരു ഭീഷണി എന്ന് പറയുന്നത് ചൈനയാണ്. കാരണം ഇപ്പോൾ നമുക്കറിയാം, ഡീപ് സീക്ക് പോലുള്ള AI മേഖലയിൽ, അതല്ലെങ്കിൽ ഈ പറയുന്ന ഇലക്ട്രോണിക് മോട്ടോർസിൻ്റെ മേഖലയിൽ ചൈനയുടെ വളർച്ച എന്ന് പറയുന്നത് US വളരെ വളരെ ഫാസ്റ്റായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. അതുപോലെ തന്നെ ചൈനയുടെ ഏറ്റവും വലിയൊരു ഇതാണ് അവരുടെ ടെക്നോളജി ട്രാൻസ്ഫർ എന്ന് പറയുന്നത്, ഫോഴ്സ്ഡ് ടെക്നോളജി ട്രാൻസ്ഫർ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ IP തെഫ്റ്റ്, ഇത്തരം കാര്യങ്ങളിലൊക്കെ എന്ന് പറയുന്നത് അമേരിക്കയ്ക്ക് ഒരു ഭീഷണിയായിട്ട് ചൈന മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിനെയൊക്കെ പിടിച്ചു നിർത്തണമെങ്കിൽ ചൈനയുടെ നിലവിലത്തെ അവരെ ഏറ്റവും കൂടുതൽ അവർ ചെയ്യുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അമേരിക്കയ്ക്ക് മാക്സിമം അവർ എക്സ്പോർട്ട് ചെയ്യുകയും അവിടെ നിന്ന് മാക്സിമം കളക്ട് ചെയ്യും. ഈ ഫണ്ട് ഉപയോഗിക്കുന്നു എന്ന് പറയുന്നത് അമേരിക്കയെ സംബന്ധിച്ച് അവർക്ക് തന്നെ എഗെയിൻസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നു എന്നൊരു ഒരു ഫീലാണ് ഈ ചൈനയ്ക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് ഇത്തരമൊരു നടപടി സ്വീകരിക്കാനുള്ള കാരണം. സോ ചൈനയുടെ മേൽ ശക്തമായ നടപടികൾ സ്വീകരിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് എന്ത് സംഭവിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ചൈനയ്ക്ക് അവരുടെ ബിസിനസ് പാർട്ണർഷിപ്പ്, അതായത് US സാധനം ഇറക്കി കഴിഞ്ഞാൽ അവിടെ സെയിലായി പോകണമെന്ന് നിർബന്ധമില്ല. ചൈനയ്ക്ക് US സാധനം ഇറക്കാൻ കഴിയാത്തൊരു സാഹചര്യം വരുമ്പോഴത്തേക്ക് അവർക്ക് മറ്റ് പാർട്ട്നേഴ്സിനെ കണ്ട് എത്തിയേ മതിയാകുള്ളൂ. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ അമേരിക്കയിലേക്ക് നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു വലിയ ബിസിനസ് എന്ന് പറയുന്നത് ചൈനയെ സംബന്ധിച്ച് നഷ്ടപ്പെടുകയും അതിന് ഏകദേശം തുല്യമായ രീതിയിലുള്ള ബിസിനസ് മറ്റ് സ്ഥലങ്ങളിൽ ചൈനയ്ക്ക് കണ്ടെത്താൻ കഴിയാതെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും അവർക്ക് അമേരിക്കയുമായിട്ടൊരു എഗ്രിമെൻറ്റിൽ എത്തിയേ മതിയാകും. ഈ എഗ്രിമെൻറ്റിന് വേണ്ടിയിട്ടാണ് US പ്രധാനമായിട്ട് ഈ താരിഫിൻ്റെ ഇഷ്യൂ ചൈനയ്ക്ക് നേരെ ഉയർത്തുന്നത്. അപ്പോൾ ഇതിൻ്റെ ഏറ്റവും വലിയ ഉപഭോക്താക്കളാരാണ്? അമേരിക്കയ്ക്ക് നന്നായിട്ടറിയാം, ഇന്ത്യ എത്രയൊക്കെ ചൈനയുമായിട്ടുള്ള റിലേഷനുമായിട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാലും ഇന്ത്യക്ക് ചൈനയുമായി കംപ്ലീറ്റ്ലി ഒരിക്കലും കോർഡിനേറ്റ് ചെയ്യാൻ കഴിയില്ല. ഇന്ത്യക്ക് മാത്രമല്ല, ജപ്പാനും ഇതിന് കഴിയില്ല. സോ ചൈനയ്ക്ക് പകരമായിട്ട് പുതിയ ഒരു അലയൻസ് വളർത്തിക്കൊണ്ട് വരിക എന്നുള്ളതാണ് US നയം. ഈ ചൈനയെ ബാക്ക് ചെയ്തുകൊണ്ട് US ഇന്ത്യയെയും ജപ്പാനെ അടക്കമുള്ള മറ്റ് രാജ്യങ്ങളെ സപ്പോർട്ട് ചെയ്യാനുള്ള മറ്റൊരു കാരണം. സോ ഇന്ത്യയെ സപ്പോർട്ട് ചെയ്യുമ്പോൾ US അതിൻ്റെ കൂടെ തന്നെ കാണുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇന്ത്യയുമായിട്ട് ടൈപ്പ് ചെയ്ത് നിൽക്കുന്ന രാജ്യങ്ങൾ, അപ്പോൾ ചൈനയിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന പ്രോഡക്റ്റുകളെല്ലാം തന്നെ ഇന്ത്യയുമായിട്ട് റിലേറ്റ് ചെയ്ത് നിൽക്കുന്ന, ഇന്ത്യയുമായിട്ട് വളരെ സഹകരണത്തിൽ പോകുന്ന രാജ്യങ്ങൾ വഴി അവർക്ക് പർച്ചേസ് ചെയ്യാൻ കഴിയുന്നു എന്നുള്ളതാണ്. ഈ ഒരു രീതിയിൽ ഫോളോ ചെയ്ത് പോകുമ്പോഴത്തേക്ക് ഇന്ത്യയും ജപ്പാനെയും തുടങ്ങി മറ്റ് രാജ്യങ്ങൾ, അല്ലെങ്കിൽ അവരുമായിട്ട് കണക്ട് ചെയ്ത് നിൽക്കുന്ന രാജ്യങ്ങളുമായിട്ട് അലയൻസ് ക്രിയേറ്റ് ചെയ്യപ്പെടുമ്പോൾ സ്വാഭാവികമായിട്ടും ചൈന പുറകോട്ട് പോകും.
ഇതാണ് യു എസ് താരിഫ് എന്ന് പറയുന്നത് ചൈനയുടെ മേൽ മാക്സിമം ഇമ്പോസ് ചെയ്തുകൊണ്ട് ടാർഗറ്റ് ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. പ്രത്യക്ഷത്തിൽ പറയുമ്പോൾ അമേരിക്ക ഇന്ത്യക്ക് ഒരുപാട് വാഗ്ദാനങ്ങൾ അല്ലെങ്കിൽ ഒരുപാട് ഓഫേഴ്സ് കൊടുക്കുന്ന അതേ സ്ഥാനത്ത് തന്നെ അമേരിക്ക ഇന്ത്യയെ താരിഫിന്റെ രൂപത്തിൽ വല്ലാതെ പറ്റിച്ചു എന്നൊരു കമന്റും കൂടെ പലപ്പോഴും നമ്മൾ പല സ്ഥലത്തും കേൾക്കാറുണ്ട്. പക്ഷേ ഇതിൻ്റെ മറ്റൊരു വശമാണ് നമ്മൾ കാണേണ്ടത്. ഇന്ത്യക്ക് മേൽ ചാർജ് ചെയ്തിരുന്ന 26%, ഇപ്പോൾ അത് 90 ദിവസത്തേക്ക് അത് സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട്. എന്നാൽ ചൈനയുടെ മേലുള്ള ഒരു താരിഫ് എന്ന് പറയുന്നത് ഇപ്പോഴും നിലനിന്ന് പോകുന്നതാണ്. ഇന്ത്യയുടെ മാത്രമല്ല മറ്റൊരുപാട് രാജ്യങ്ങൾക്ക് മേലെ US ഇമ്പോസ് ചെയ്ത ടാക്സ് എടുത്ത് മാറ്റിയിട്ടുണ്ട്. തൽക്കാലമായി എടുത്ത് മാറ്റിയിട്ടില്ല, ഒരു 90 ദിവസത്തേക്ക് അവർ അത് നിർത്തിവെച്ചിട്ടുണ്ട്. ഇന്ത്യയെ സംബന്ധിച്ച് വലിയ ഓഫറാണ് ഈ കാര്യത്തിനകത്തുള്ളത്. കാരണം ചൈനയിലെ ബിസിനസ് ഇന്ത്യയിലേക്ക് വരുന്നു. പ്രധാനമായിട്ട് ആപ്പിൾ അടക്കം സാംസങ് അടക്കമുള്ള ഇലക്ട്രോണിക് മേഖലയിലുള്ള കമ്പനികൾ, സെമി കണ്ടക്ടർ മേഖലയിലുള്ള കമ്പനികൾ, അതുപോലെ FMCG മേഖലയിലുള്ള കമ്പനികളൊക്കെ തന്നെയും ഇന്ത്യയിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് താല്പര്യപ്പെടുന്നു. US സംബന്ധിച്ച് ഇന്ത്യ പോലൊരു ഡെമോക്രാറ്റിക് രാജ്യത്തിന് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ 2-3 ഉദ്ദേശങ്ങളുണ്ട്. അതിലൊന്നെന്ന് പറയുന്നത്, ഇന്ത്യ എന്ന് പറയുന്നത് ചൈന പോലെ സ്ട്രിക്റ്റ് പോളിസീസ് ഫോളോ ചെയ്യുന്ന ഒരു രാജ്യമല്ല. 2, ഇന്ത്യ ചൈനയെ പോലെ പലപ്പോഴും മറ്റ് രാജ്യങ്ങൾക്ക് ഒരു ത്രട്ട് ഉണ്ടാക്കാൻ നിൽക്കുന്ന രാജ്യമല്ല. 3, ഏറ്റവും വലിയൊരു ഹൈലൈറ്റ്, ഇന്ത്യയുടെ പോപ്പുലേഷൻ എന്ന് പറയുന്നത് ഇന്ന് ലോകത്തിൽ തന്നെ ഏറ്റവും ഉയർന്നു നിൽക്കുന്ന ഒരു രാജ്യമാണ്. അപ്പോൾ ബിസിനസ്സിനുള്ള സാധ്യത എന്ന് പറയുന്നത് ഏതൊരു അമേരിക്കൻ കമ്പനിയെ സംബന്ധിച്ചും ഇനി ഇന്ത്യയിലാണ് അവർ കൂടുതലായിട്ട് മാനുഫാക്ചറിങ് നടത്തുകയാണ് എന്നുണ്ടെങ്കിൽ അത് അവർക്ക് ബെനിഫിഷ്യലായിട്ട് വരും. ചൈന പോലെ തന്നെ ലേബർ എന്ന് പറയുന്നത് ചീപ്പ് ഓഫ് കോസ്റ്റ് ആണ്. അതുപോലെ തന്നെ ഗവൺമെൻറ്റിൻ്റെ ഇപ്പോഴത്തെ നടപടികളെന്ന് പറയുന്നത് ഈ പറയുന്ന മേക്ക് ഇൻ ഇന്ത്യ, അതുപോലെ തന്നെ ആത്മനിർഭർ ഭാരത് പോലുള്ള പ്രോജക്റ്റ് വഴി ഗവൺമെൻറ്റിൻ്റെ നടപടികളൊക്കെ തന്നെയും വളരെയധികം പോസിറ്റീവാണ്. ബിസിനസ്സിനെ ഗ്രോ ചെയ്യാനായിട്ട് വളരെ പോസിറ്റീവാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു താരിഫിൻ്റെ നടപടികളെന്ന് പറയുന്നത് പ്രത്യക്ഷത്തിൽ നമ്മൾ നോക്കുമ്പോൾ ഇന്ത്യക്ക് മേലെ 26%, ഇനി വരും ദിവസങ്ങളിൽ 90 ദിവസം കഴിഞ്ഞിട്ട് ഇനി ചാർജ് ചെയ്താൽ പോലും ഇന്ത്യൻ പ്രോഡക്റ്റുകൾക്കായിരിക്കും US മെർച്ചൻസ് കൂടുതലായിട്ട് പ്രാധാന്യം കൊടുക്കുന്നു എന്നുള്ളതാണ്. 2, ഇന്ത്യയെ സംബന്ധിച്ച് FDI കൂടുതലായിട്ട് വരും. വിദേശ നിക്ഷേപം കൂടുതലായിട്ട് വരുന്നത് ഇന്ത്യൻ എക്കോണമിയെ വലിയ രീതിയിൽ തന്നെ സപ്പോർട്ട് ചെയ്യും. എങ്ങനെയാണ് ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിനെ ഈ നടപടി സപ്പോർട്ട് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഇപ്പോൾ ഇന്ന് ഈ ദിവസത്തെ കാര്യം നോക്കുകയാണെങ്കിൽ തന്നെ US മാർക്കറ്റ് ഏകദേശം 1000 മുകളിൽ പോയിന്റ് താഴെ ഇന്നലെ രാത്രി ഡൗൺ ആയിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇന്ത്യൻ മാർക്കറ്റ് ഇന്ന് മുന്നോട്ടാണ്, 23,000-ലേക്ക് തിരിച്ചു വരികയാണ്. 21,750-800 റേഞ്ചിൽ നിന്ന് തിരിച്ച് 23,000-ലേക്ക് തിരിച്ച് മാർക്കറ്റ് എത്തുകയാണ്. എന്താണ് ഇതിന് കാരണം? ഇൻവെസ്റ്റേഴ്സിനുള്ള കോൺഫിഡൻസ് ആണ്. അമേരിക്കയുടെ ഈ നടപടി ഇന്ത്യക്ക് ബൂസ്റ്റിംഗ് ആവും, അല്ലെ ഇന്ത്യയുടെ മാർക്കറ്റിന് സപ്പോർട്ടിങ് ആവുമെന്നുള്ള ഇൻവെസ്റ്റേഴ്സിൻ്റെ പ്രതീക്ഷയാണ് ഇന്നത്തെ ഇന്ത്യൻ മാർക്കറ്റിൻ്റെ ഈ മൂവ്മെൻറ്റ്. ഇത് തന്നെയാണ് വരും ദിവസങ്ങളിൽ നടക്കാൻ പോകുന്നത്. അതായത് കൂടുതലായിട്ട് US ഈ നടപടി ചൈനയ്ക്കെതിരെ കടുപ്പിച്ച് പോകുന്നതിനനുസരിച്ച് ഇന്ത്യയിലേക്കുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് കൂടുക എന്നുള്ളതായിരിക്കും. അതുകൊണ്ട് തന്നെ ഒരു ഇന്ത്യൻ ഇൻവെസ്റ്ററെ സംബന്ധിച്ച് ഈ ഒരു മേഖലയിൽ ആശങ്കപ്പെടുകയല്ല, നന്നായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത്. ഇനി ഇതിൻ്റെ മറ്റൊരു വശം കൂടി പറയാം. സപ്പോസ് ഈ ഒരു ട്രേഡ് വാർ ചൈന അമേരിക്കയ്ക്ക് അഗെയിൻസ്റ്റ് ആയിട്ട് 84% കൊണ്ടുവന്നു. ട്രേഡ് വാർ വലിയ രീതിയിൽ തന്നെ രൂക്ഷമായിക്കൊണ്ടിരിക്കുകയാണ്. US മാർക്കറ്റിനെ അത് വലിയ രീതിയിൽ അഫക്റ്റ് ചെയ്ത് US മാർക്കറ്റ് അങ്ങ് താഴേക്ക് പോവുകയാണ്. സ്വാഭാവികമായിട്ട് ഇന്ത്യൻ മാർക്കറ്റിനെ അത് അഫക്റ്റ് ചെയ്യുക തന്നെ ചെയ്യും. ലോക മാർക്കറ്റ് അല്ലെങ്കിൽ ഗ്ലോബൽ ട്രേഡ് എന്ന് പറയുന്നത് വീക്ക് ആവുന്നതിനനുസരിച്ച്, എക്കോണമി വീക്ക് ആവുന്നതിനനുസരിച്ച് ഇന്ത്യയെ അത് അഫക്റ്റ് ചെയ്യുന്നതാണ്. ഇനി അങ്ങനെ സംഭവിച്ചു എന്ന് വിചാരിക്കുക. അങ്ങനെ വന്ന് ഇന്ത്യൻ മാർക്കറ്റ് താഴേക്ക് പോയി കഴിഞ്ഞാലും ഈ താഴേക്കുള്ള മൂവ്മെൻറ്റിൽ നിന്ന് ഇന്ത്യൻ മാർക്കറ്റ് വളരെ ക്വിക്കായിട്ട് തന്നെ തിരിച്ച് കയറുന്നതാണ്. കാരണം ഇപ്പോൾ വന്നിട്ടുള്ള ഡേറ്റ ഇന്ത്യയെ സംബന്ധിച്ച് നേരത്തെ ചർച്ച ചെയ്തതുപോലെ ഗ്ലോബൽ മാർക്കറ്റ് താഴോട്ടിറങ്ങുന്നു, അതുകൊണ്ട് ഇന്ത്യൻ മാർക്കറ്റും ഡൗൺ ആവുന്നു, അല്ലെങ്കിൽ ഇൻവെസ്റ്റേഴ്സ് പെട്ടെന്ന് പാനിക് ആയിട്ടുള്ള ഡിസിഷൻ എടുക്കുന്നു. എന്നാൽ ലോങ് റണ്ണിൽ ഇന്ത്യൻ മാർക്കറ്റിനെ സംബന്ധിച്ച് ഇതൊരു പോസിറ്റീവായിട്ടുള്ള ഘടകമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എത്ര കണ്ട് ഇന്ത്യൻ മാർക്കറ്റ് താഴേക്ക് പോകുന്നു അത് തിരിച്ചു കയറാനുള്ള സാധ്യത അതിൻ്റെ വളരെയധികം കൂടുതലാണ്. ഈ അവസരത്തെ, അങ്ങനെ മാർക്കറ്റ് താഴേക്ക് പോയി കഴിഞ്ഞാൽ ആ അവസരത്തെ യൂട്ടിലൈസ് ചെയ്യുക എന്നുള്ളതാണ് എല്ലാ ട്രേഡേഴ്സും ശ്രദ്ധിക്കേണ്ട കാര്യം. സോ ഇതിൻ്റെ ഒരു കൺക്ലൂഷൻ എന്നുള്ള രീതിയിൽ പറയാനുള്ളത്, ട്രംപിൻ്റെ താരിഫ് എന്ന് പറയുന്നത് ഇന്ത്യയെ സംബന്ധിച്ച് പോസിറ്റീവ് തന്നെയാണ്. സോ ചൈനയ്ക്ക് നേരെ ഉണ്ടാകുന്ന ഇഷ്യൂസ്, അതല്ലെങ്കിൽ മറ്റ് രാജ്യങ്ങൾക്ക് നേരെ ഉണ്ടാകുന്ന ഇഷ്യൂസ് ഒക്കെ തന്നെയും അവർ ഇന്ത്യയെ കൂടെ ട്രസ്റ്റിൽ എടുത്തുകൊണ്ടാണ് അവർ മുന്നോട്ട് പോകുന്നത്. ഇൻവെസ്റ്റേഴ്സ് ഈ ഒരു ഓപ്പർച്യൂണിറ്റി, അല്ലെങ്കിൽ മാർക്കറ്റിൽ കിട്ടുന്ന ഈ ഒരു ഓപ്പർച്യൂണിറ്റി
ഡയറക്റ്റ്ലി സ്റ്റോക്കിലോ മ്യൂച്വൽ ഫണ്ടിലോ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ ശ്രമിക്കുക. സ്റ്റോക്ക് മാർക്കറ്റിന് അതിൻ്റെതായ റിസ്ക് ഉണ്ട്. ആ റിസ്ക്കും കൂടെ മനസ്സിലാക്കുക. നിങ്ങളൊരു ബിസിനസ്സിലേക്കാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. സ്വാഭാവികമായിട്ട് ആ റിസ്ക്കും കൂടെ മനസ്സിലാക്കിക്കൊണ്ട് മാത്രമായിരിക്കണം ചെയ്യേണ്ടത്. ബ്ലൈൻഡ് ആയിട്ട് ഒരിക്കലും ഒരു മേഖലയിലും ഇൻവെസ്റ്റ് ചെയ്യരുത്.